കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാനൊന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ തോന്നുന്ന യാത്ര ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: നാട്ടിലേക്ക് പോകണ യാത്ര. കാരണം അമ്മേനെയും അച്ഛനെയും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു യാത്ര അത് എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് ഏതാണ്ട് ഒരു 6-7 മാസമേ ആയിട്ടുള്ളെങ്കിലും കുറേ നാളായിട്ട് നാട്ടിൽ നിന്ന് വിട്ടു നിന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ ഇത്. കാരണം മറ്റൊന്നല്ല, എൻ്റെ കസിൻ ബ്രദറിന്റെ കല്യാണമാണ്, ഞങ്ങളുടെ ദീപുവിന്റെ കല്യാണം. അപ്പോൾ കല്യാണവും റിസപ്ഷനും ഒക്കെ അങ്ങ് ബോംബെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ബോംബെയിലേക്കാണ് പോകുന്നത്. അച്ഛനും അമ്മയും അമ്മൂമ്മയും കൂടെ നേരെ അങ്ങ് മുംബൈയിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരെയും അവിടെ വെച്ച് കാണാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കുഞ്ഞമ്മയും ചിറ്റപ്പനെയൊക്കെ കണ്ടിട്ട് കുറേ നാളായിരിക്കുന്നു. അമ്മയുടെ സൈഡിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഫാമിലി ഫംഗ്ഷനാണ് ഈ വരുന്ന കല്യാണം. കല്യാണം ബോംബെയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ബന്ധുക്കൾ കുറേ പേര് വരുന്നില്ല. അപ്പോൾ ഉള്ള കുറച്ച് പേരെ കാണാം എന്നുള്ള ഒരു സന്തോഷത്തിലും കൂടെയാണ് കേട്ടോ ഈ പോക്ക്. മുംബൈ വെച്ചുള്ള കല്യാണം എന്ന് കേട്ടപ്പോൾ നിങ്ങൾ കരുതി കാണും ഹിന്ദി സ്റ്റൈൽ കല്യാണമാണെന്ന്. അല്ല, നല്ല ട്രഡീഷണൽ രീതിയിൽ മലയാള തനിമയിലുള്ള കല്യാണമാണ്. ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും മലയാളീസ് തന്നെയാണ്. പിന്നെ അവരവിടെ സെറ്റിൽഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗ്രാസിൽ നിന്ന് നേരെ മ്യൂണിക്കിലേക്കാണ്. മ്യൂണിക്കിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് നേരെ മുംബൈക്ക്. ഫ്ലൈറ്റിൽ കുറേ തവണ കയറിയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള കാഴ്ചകൾ എപ്പോഴും എന്നെ അതിശയിപ്പിക്കാറുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള ഈ കാഴ്ച ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ് കേട്ടോ. മ്യൂണിക്കിൽ നിന്ന് ബോംബെ വരെയുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് ടയറിംഗ് ആണ്. കാരണം ഏതാണ്ട് ഒരു 8 മണിക്കൂർ ഒറ്റയടിക്ക് ഇരിക്കേണ്ട ഫ്ലൈറ്റാണ്. പൊതുവേ ഇത്ര ലെങ്തി ഫ്ലൈറ്റ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്യാറില്ല. കാരണം കുട്ടികളെയും കൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഡയറക്റ്റ് മുംബൈ പോകേണ്ടതുകൊണ്ട് ഈ ഒരു ഓപ്ഷനാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ വലിയ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. യാത്ര അത്യാവശ്യം നല്ല ടയറിംഗ് ആയിരുന്നു. പക്ഷേ ലുഫ്താൻസ ഫ്ലൈറ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി സർവീസായിരുന്നു, നല്ല ഫ്രണ്ട്ലി സ്റ്റാഫ്. ഞാൻ ബോംബെയിൽ ഇതിന് മുന്നേ ഒരു തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. കാണാനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഏതാണ്ട് ഡൽഹി പോലെ തന്നെ വലിയൊരു എയർപോർട്ട്, ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ അവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന ക്യൂ ഒക്കെ നിന്ന് ഇമിഗ്രേഷനും കഴിഞ്ഞ് നേരെ ലഗേജ് വരുന്ന ബെൽറ്റിൻ്റെ അടുത്തേക്ക് പോയി ലഗേജും കളക്ട് ചെയ്ത് ഞങ്ങൾ നേരെ എയർപോർട്ടിന് പുറത്തേക്ക് എത്തി. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. ഞങ്ങൾ ഏതാണ്ട് രാത്രി ഒരു 12:00 അടുപ്പിച്ചാണ് എയർപോർട്ടിൽ എത്തുന്നത്. രാത്രി സമയമായിട്ടും ഞങ്ങളെ വിളിക്കാനായിട്ട് ചിറ്റപ്പനും എൻ്റെ കസിൻ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു. മുംബൈ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഫിലിം സ്റ്റാറുകൾ പോകുന്നുണ്ടോ എന്ന് എൻ്റെ കണ്ണിങ്ങനെ പരതുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. അവിടുത്തെ ടാക്സികളാണ്. നോക്കിക്കേ, എന്ത് ക്യൂട്ടാ അല്ലേ കാണാൻ. അങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ച ഞങ്ങൾ സ്റ്റേ പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് പോയി. ഇനി സുഖമായിട്ട് കുറച്ചു നേരം ഒന്ന് ഉറങ്ങണം.